ബിഗ് ബോസ് മലയാളം സീസൺ 7 നെവിൻ ചെയ്ത പ്രവൃത്തിക്ക് ബിഗ് ബോസ് ഇപ്പോഴും നെവിനെ വാൺ ചെയ്ത് വിട്ടിരിക്കുവാണ്. ശരിക്കും എവിക്ട് ചെയ്ത് കളയേണ്ടതാണ് ഇതിനെയൊക്കെ കേട്ടോ. ഇവിടെ വാണിങ് ഒരു ശരിയായ തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ഒരു പ്രശ്നം മാത്രമല്ല, കഴിഞ്ഞ ഒരു വീക്കായിട്ട് ഇയാള് ഫിസിക്കൽ അസോൾട്ടിന് സമാനമായി ഒരുപാട് പ്രവൃത്തികൾ ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഫിസിക്കൽ അസോൾട്ട് മാത്രമല്ല, ഹാരാസ്മെന്റ്, മെന്റൽ ടോർച്ചറിങ് ഒക്കെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നെവിൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നിയമലംഘനം തന്നെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും പരുഷമായ ശബ്ദത്തിൽ കൂടി ബിഗ് ബോസ് സംസാരിക്കുന്നത്. ഇതിനു മുൻപൊന്നും ബിഗ് ബോസ് ഇങ്ങനെ സംസാരിച്ചതായി കണ്ടിട്ടില്ല. ഇനി ഇത്തരം നിയമലംഘനങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് എന്നൊക്കെ ബിഗ് ബോസ് ശക്തമായി തന്നെ പറയുന്നുണ്ട്. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയതുപോലെയല്ല, പിടിച്ച് പുറത്താക്കുമെന്നൊക്കെയാണ് ബിഗ് ബോസ് പറയുന്നത്. ഇവിടെ ബിഗ് ബോസ് വിളിച്ച സമയത്ത് നമ്മുടെ നെവിൻ അവിടെ ലിവിംഗ് ഏരിയയിൽ ഇരിക്കുവാണ്. ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട്. കാലിന്മേൽ കാല് കയറ്റി വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ നെവിൻ അവിടെ ഇരിക്കുന്നത്. അപ്പോഴും ബിഗ് ബോസ് ദേഷ്യത്തിൽ പറയാണ്, വിളിച്ചത് കേട്ടില്ലേ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. ശരിക്കും ബിഗ് ബോസ് നല്ല ദേഷ്യത്തിൽ തന്നെയാട്ടോ നെവിൻ അടുത്ത് സംസാരിക്കുന്നത്. ഇയാള് ഷാനവാസിനോട് ശരിക്കും എന്താണ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ ഈ വരുന്ന എപ്പിസോഡ് എന്തായാലും കാണണം. എങ്കിൽ മാത്രമേ ഇതിലൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ എന്തായാലും ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് ഇവിടെ നടന്നത്, കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ നെവിൻ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ഒരു അബ്നോർമൽ ആയിട്ടാണ് പലപ്പോഴും പെരുമാറുന്നത്. മറ്റൊന്നുമല്ല ഉദ്ദേശിച്ചത്, ഇയാൾക്ക് ആ ഒരു പ്രായത്തിൻ്റെതായ പക്വതയോ ഒരു വിവരവും ഇല്ലാത്ത ഒരു പ്രവൃത്തി. ഇയാൾ എന്ത് ചെയ്യാനും മടിക്കത്തില്ല കേട്ടോ. മാത്രമല്ല ഇയാളെ ഒരു ഈഗോ കയറി കൂടിയിട്ടുണ്ടേ. അതോടൊപ്പം ക്യാപ്റ്റൻ ആയതോട് കൂടിയിട്ട് അഹങ്കാരവും അങ്ങ് കൂടി. ഇന്നലെ ദേഷ്യത്തില് പച്ചവെള്ളം രണ്ടാമത് കൊണ്ടുവന്നിട്ട് അനുവിന്റെ ബെഡിൽ ഒഴിച്ച ആള് നാളെ തിളച്ച വെള്ളം കൊണ്ടൊഴിക്കാനും മടിക്കത്തില്ല. ഇനിയിപ്പോ ഒരു ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ആരെങ്കിലും പറയുന്നതെന്ന് വെച്ചാൽ ഇയാൾ ഉടനെ തന്നെ ആ ഒരു ചായ എടുത്തിട്ട് അയാളുടെ മുഖത്തേക്ക് ഒഴിക്കത്തില്ലേ. ഇയാള് സത്യത്തിൽ ഒന്നിനും മടിക്കത്തില്ല കേട്ടോ. ഇന്ന് രാവിലെ തന്നെ കണ്ടതല്ലേ, ആ ഒരു പാലിന്റെ പാക്കറ്റ് ഷാനവാസ് വലിച്ചപ്പോഴും പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ സാമാന്യം മര്യാദയുള്ള ഒരു മത്സരാർത്ഥിയാണ് നെവിൻ എങ്കിൽ തീർച്ചയായിട്ടും അത് ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യണമായിരുന്നു. എന്നിട്ട് ഇയാൾ എന്താ ചെയ്തത്, അതെടുത്ത് ഷാനവാസിന്റെ തലയിൽ കൂടി ഒഴിച്ചു. പിന്നെ അതെടുത്തിട്ട് ഷാനവാസിനെ എറിയാൻ നോക്കിയപ്പോഴാണ് അവിടെ ഷാനവാസിന് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സഹ മത്സരാർത്ഥിയോട് ഇത്രയും വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഇയാളെ ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്ത് വിട്ടാൽ മതിയോ? എന്താ നിങ്ങൾ പറ.